Hi students, ഇന്നത്തെ സെഷനിൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് എന്നുള്ള സബ്ജക്റ്റിൽ ഹാഷിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ ഗിവൺ എ ഹാഷ് ടേബിൾ വിത്ത് 5 buckets, that is indices from 0 to 4. Use open hashing or separate chaining to insert the following set of key elements തന്നിട്ടുണ്ട്. യൂസ് ദ ഡിവിഷൻ മെത്തേഡ് ഇൻ ഹാഷിംഗ്. സോ നമുക്ക് ഇനീഷ്യലി ഇതിനകത്ത് ഒരു ഹാഷ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓഫ് സൈസ് 5 ആണ്. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 0 ആണ്, 1 2 3, എൻഡിങ് ഇൻഡെക്സ് 4 ആണ്. സോ നമുക്ക് 5 സ്ലോട്ട്സ് ഉള്ള ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. സോ ഇവിടെ നമ്മൾ ഡിവിഷൻ മെത്തേഡാണ് ഹാഷ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സോ ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാറ്, ദാറ്റ് ഈസ് ഇപ്പോൾ കീ വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എച്ച് ഓഫ് കെ ഈസ് ഈക്വൽ ടു കെ മോഡ് ടേബിൾ സൈസ് ആയിരിക്കും. സോ നമുക്ക് കീ വാല്യൂ ഫസ്റ്റ് വൺ 12 ആണ്. സോ 12 മോഡ് ടേബിളിൻ്റെ സൈസ് ഇവിടെ 5 ആണ്. 12 മോഡ് 5, സോ റിമൈൻഡർ 2 ആയിരിക്കും. സോ സെക്കൻഡ് സ്ലോട്ട് നോക്കാം. സെക്കൻഡ് സ്ലോട്ട് ഫ്രീ ആണ്. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, 12 എന്നുള്ള എലമെൻറ്റ് അവിടെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, സോ നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്താ, 42 മോഡ് 5. സോ 42 മോഡ് 5 റിമൈൻഡർ എഗെയിൻ 2 ആണ്. സോ കൊളീഷൻ ഒക്കർ ചെയ്തു. സോ ഇവിടെ കൊളീഷൻ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് സെപ്പറേറ്റ് ചെയിനിങ് മെത്തേഡാണ്. സെപ്പറേറ്റ് ചെയിനിങ് ഓർ ഓപ്പൺ ഹാഷിംഗ് മെത്തേഡ്. ഈ സെപ്പറേറ്റ് ചെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. സോ നമുക്ക് ലിങ്ക് ലിസ്റ്റിൽ നമുക്ക് പുതിയ നോഡ് എപ്പോൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ കൊളീഷൻ റിസോൾവ് ചെയ്യണത് ആ ഒരു ഇൻഡെക്സിന് കറസ്പോണ്ടിങ് ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യും. കാരണം ആ നോഡ് ഓൾറെഡി ഫിൽഡ് ആണ്. സോ ഈ പുതിയ നോഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഇപ്പോഴത്തെ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യും 42. ദെൻ ആ ലിങ്ക് ലിസ്റ്റിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാക്കി സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എലമെൻറ്റ് എടുക്കുക. 22 ആണ്. 22 മോഡ് 5 ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ കിട്ടുന്നുണ്ടാവുക 2 ആണ്. എഗെയിൻ കൊളീഷൻ ആണ്. സോ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇവിടെ പോയിട്ട് ഈ നെക്സ്റ്റ് എന്നുള്ള പോർഷൻ അവിടെ നിന്ന് പുതിയൊരു നോഡ് എഗെയിൻ അത് പോയിൻ്റ് ചെയ്യുന്നത് ഒരു പുതിയ നോഡിലേക്കായിരിക്കും. അവിടെ നമുക്ക് പുതിയ എലമെൻറ്റ് 22 അവിടെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻസേർഷൻ കഴിയുമ്പോൾ ഇതിൻ്റെ ലിങ്ക് പാർട്ട് നള്ളായിക്കോളും. നെക്സ്റ്റ് എലമെൻറ്റ് നോക്കാം. 52 ആണ്. സോ 52 മോഡ് 5. സോ എഗെയിൻ നമുക്ക് 2 ആണ് കിട്ടുന്നുണ്ടാവുക. സോ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാം, ഈ ലിങ്ക് പാർട്ട് ആരോ ചെയ്ത് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യും. അവിടെയാണ് 52 സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ് എലമെൻറ്റ് 32 ആണ്. 32 മോഡ് 5 ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് 2 ആണ് കിട്ടുക. എഗെയിൻ കൊളീഷൻ ആണ്. സോ കൊളീഷൻ റിസോൾവ് ചെയ്യുന്നത് നമ്മൾ സെപ്പറേറ്റ് ചെയിനിങ്ങിൽ ഈ ഒരു ലിങ്ക് പാർട്ട് പുതിയ നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. അവിടെ നമ്മൾ പുതിയ ഈ ഒരു എലമെൻറ്റ് 32 അവിടെ ഇൻസേർട്ട് ചെയ്യും. സോ ഫൈനൽ നോഡിലെ ലിങ്ക് പാർട്ട് നള്ള് സെറ്റ് ചെയ്യാം. സോ ഫൈനൽ സെപ്പറേറ്റ് ചെയിനിങ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേബിൾ സ്ട്രക്ചറാണ് കിട്ടുന്നുണ്ടാവുക. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്ന ടെക്നിക്കാണ് സെപ്പറേറ്റ് ചെയിനിങ് മെത്തേഡ്. ഓക്കെ, താങ്ക് യു.